ഒരു ദിവസം ലീവ് കിട്ടിയല്ലോ. രാവിലെ മുതൽ രാത്രി വരെ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങാനേ. ഒന്നാമത് മഴക്കാലം പാടിയല്ലേ. എന്നാലേ അതൊന്നും നടക്കത്തില്ല. കോളേജ് ലീവ് തരുന്നുള്ള സത്യ. പക്ഷേ ആ ലീവ് എടുത്തിട്ടേ വീട്ടിലിരിക്കാനുള്ള ലീവൊന്നല്ല. തേജന്റെ ബർത്ത്ഡേ പാർട്ടിക്ക് പോകാനുള്ള ലീവാ. തേജന്റെ ബർത്ത്ഡേ പാർട്ടിക്ക് പോകാനോ? അതോ എല്ലാരോ? അതേനെ, നമ്മൾ ഊഹിക്കുന്നതിനെക്കാട്ടും വലിയ റിച്ചാ ഈ പറയണ തേജിയും ജിമിനൊക്കെ. സ്കൂളിലെ പ്രൊഫസറിന്റെ മക്കളെന്നൊക്കെ പറഞ്ഞാൽ നിനക്ക് ആലോചിക്കാവുന്നതല്ലേ ഉള്ളൂ. ഇതല്ലാണ്ട് 2-3 കോളേജ് വേറെ ഉണ്ടത്രേ. അപ്പൊ പിന്നെ നമുക്ക് ഗസ് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. എന്തെങ്കിലും ആവട്ടെ, ഫ്രീ ആയിട്ട് ഒരു ബർത്ത്ഡേ പാർട്ടിക്കൊക്കെ പോവാന്ന് പറഞ്ഞാ അതും നല്ല കാര്യമൊക്കെ തന്നെയാ. അല്ല അതിന് ഈ തേജന്റെ വീട് എവിടെയാണെന്നൊന്നും എനിക്കറിയത്തില്ലല്ലോ. പിന്നെ എങ്ങനെ ഞാൻ ബർത്ത്ഡേ പാർട്ടിക്ക് വരും? അത് പിന്നെ നാളെ മോർണിംഗ് എല്ലാരും കോളേജിലേക്ക് എത്തിയാൽ മതിയെന്നേ. ഇവിടേക്ക് നമ്മളെ കൂട്ടാൻ വേണ്ടിട്ട് വാൻ വരും. ആ വാനില് അവൾ വീട്ടിലേക്ക് പോവാം. പാർട്ടി കഴിഞ്ഞ കയ്യോടെ അവനവന്റെ വീട്ടില് വാനിൽ കൊണ്ടേ ഇറക്കി തരും ചെയ്യും. നല്ല അടിപൊളി സെറ്റപ്പ് ആണല്ലോ. അല്ല ബർത്ത്ഡേ പാർട്ടിക്ക് യൂണിഫോം ആണോ അതോ കളർ ഡ്രസ്സോ? ഇതെന്ത് ചോദ്യാടി? കളർ ഡ്രസ് തന്നെ. ജോളി. ഹലോ, ഇവിടെ ഞാൻ സംസാരിക്കുന്നത് കേൾക്കുന്നില്ലേ? അതിന്റെ അടുത്താണോ നിങ്ങൾ കണക്കണ വർത്താനം? സോറി തേജ, അവളൊരു ഡൗട്ട് ചോദിച്ചതാ. ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്യാനേ. ഇത് മാത്സ് ക്ലാസ് അല്ല, സയൻസ് ക്ലാസ് അല്ല. ഞാൻ പറയണ മാത്രം നിങ്ങൾ അങ്ങോട്ട് ലിസൺ ചെയ്താൽ മതി. കേട്ടല്ലോ? അപ്പൊ ഗൈസ്, നാളെ ആട്ടോ എന്റെ ഡേ. എല്ലാവരും മറക്കാണ്ട് വന്നേക്കണം. പ്രത്യേകിച്ചും ഈ ക്ലാസ് നിന്ന് ഒരാൾ പോലും ലീവ് ആവരുത്. എല്ലാരും എന്റെ ബർത്ത്ഡേക്ക് പ്രസന്റ് ആയിരിക്കണം. കേട്ടല്ലോ? ഓക്കേ. എനിവേ, നാളെ എല്ലാരും കറക്റ്റ് ടൈമിന് അപ്ഡേറ്റ് ആയിരിക്കണം. ജൂഹി വാ, എല്ലാ ക്ലാസ്സിലും ഒന്ന് പോയി പറയണം. ദേ വരാ തേജ. ജിമി, കിം. അല്ല, ഏതാ ജിമിനല്ലേ? നീയാ? എനിക്ക് പേടിയാവാടി. ഇനിയിപ്പോ നീ തൽക്കാലം ആ ഭാഗത്തേക്ക് നോക്കാണ്ട് ഇങ്ങോട്ടേക്ക് തിരിഞ്ഞിരുന്നോ. അവനെ എന്തിനാ വന്നെന്ന് അറിയത്തില്ലല്ലോ. അവൻ ആദ്യം എന്താ പറയണേ നോക്കട്ടെ. ഓക്കേടി. ജിമി അങ്ങോട്ടേക്ക് വരാനോ? എന്തിനെ? അത് പിന്നെ നാളെ എന്റെ ബർത്ത്ഡേ പാർട്ടി അല്ലേ. സോ എല്ലാരെയും ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് വരാൻ നിൽക്കുവായിരുന്നു. ഓ, നാളെ നിന്റെ ബർത്ത്ഡേ ആയിരുന്നല്ലേ. ഞാൻ ആ കാര്യം തന്നെ മറന്നുപോയി. എന്താ ജിമിൻ പറയുന്നേ? ബർത്ത്ഡേന്റെ കാര്യം നീ മറന്നോ? അതെ തേജ, ഞാൻ ആ കാര്യം തന്നെ മറന്ന്. എനിവേ, അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു ജിമി. യു നോ വൺ തിങ്, നാളെ എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ മാത്രമല്ല, നമുക്ക് രണ്ടുപേർക്കും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഡേ പാടിയാ. കേട്ട് നീ എന്തോ ഇൻവൈറ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞായിരുന്നില്ലേ? പോ, എന്തായാലും കോളേജ് വിടാനുള്ള ടൈം ആയില്ലേ. അപ്പത്തേക്കും പോയി ഇൻവൈറ്റ് ചെയ്യാൻ നോക്ക്. ജിമീൻ, ഇനിയെങ്കിലും പറയടാ. ഇപ്പൊ നമ്മൾ എന്തിനാ ഇങ്ങോട്ട് വന്നിരിക്കുന്നേ? അത് പിന്നെ എന്തായാലും എനിക്ക് ഒന്നും ഉറപ്പാ. തേജനെ കാണാൻ വന്നതൊന്നല്ല. തേജനെ കാണാനാണെങ്കിൽ അവളോട് സംസാരിച്ചു കഴിഞ്ഞപ്പോ തന്നെ നമ്മൾ പോകേണ്ട ടൈം കഴിഞ്ഞല്ലോ. എന്നിട്ടും നീ ഇവിടെ തന്നെ നിൽക്കുന്നുണ്ടെങ്കിൽ വേറെ എന്തോ ആണ്. ഇനിയിപ്പോ അങ്കിൾ എന്തെങ്കിലും നോട്ടീസ് പറഞ്ഞേക്കാൻ വേണ്ടി നിന്നെ പറഞ്ഞു വിട്ടതാണോ? ഹേയ്, അല്ല, നോട്ടീസ് വായിക്കാൻ ഞാൻ എന്താ പ്യൂണോ? പിന്നെ എന്താടാ? അത് പിന്നെ ഡിയർ സ്റ്റുഡൻസ്. തോമസ് അങ്കിൾ, നിങ്ങളെന്താ ഇവിടെ? ജിമിൻ, അല്ല മോനെ, നീ ഈ ക്ലാസ്സിലാണോ? ഹേയ്, അല്ല, ഫസ്റ്റ് ഇയറാ. ഞാനിവിടെ എന്റെ ഫ്രണ്ടിനെ കാണാൻ വേണ്ടി വന്നതാ. ഓ, അത് ശരി. ഇവിടെ ചെക്കിങ്ങിന് വേണ്ടി ഓഫീസേഴ്സ് ഒക്കെ വരുന്നുണ്ടേ. ദേ ഇപ്പോ 2ാമത്തെ ഫ്ലോറിലെത്തി. ഇപ്പൊ അങ്ങോട്ടേക്ക് എത്തും. അതാ എല്ലാരോടും സൈലന്റ് ആയിട്ട് ക്ലാസ്സിലിരിക്കാൻ വേണ്ടി പറയാൻ വന്നതാ. അയ്യോ, ആണോ? ഞാൻ അറിഞ്ഞില്ല. എന്നാ ശരി, ഞാൻ ഇപ്പൊ പോയിക്കോളാം. അയ്യോ, ഇനിയിപ്പോ പുറത്തും പോണ്ട മോനെ. ഇനിയിപ്പോ അവര് കണ്ടു കഴിഞ്ഞാലേ വേറെ എന്തെങ്കിലുമൊക്കെ വിചാരിക്കും. മോനൊരു കാര്യം ചെയ്യ്, തൽക്കാലം ഇവരെ കൂടെ ഇരിക്കേ. അവര് വന്ന് ചെക്കിങ് കഴിഞ്ഞിട്ട് പോവാൻ നേരത്ത് പോയിക്കോ. അല്ല അങ്കിൾ, അത് പിന്നെ ഇതെന്റെ ക്ലാസ് അല്ലല്ലോ. അല്ല, അതെന്താ അറിയോ, ക്ലാസ് എടുക്കുന്ന സമയത്ത് മോനിങ്ങനെ ക്ലാസ്സിൽ ഇല്ലാണ്ട് എന്തായാലും പുറത്തിറങ്ങിപ്പോയി. ഇനിയിപ്പോ ഇവിടുന്ന് പോണ കണ്ടു കഴിഞ്ഞാല് അവരെന്തെങ്കിലുമൊക്കെ ചോദ്യം ചോദിക്കും. അന്നേരം നമ്മുടെ അടുത്ത് പറയാനൊരു ഉത്തരം കാണത്തില്ല. അതുകൊണ്ടാ മോനെ ചെക്ക് ചെയ്യണവരെ ഇവിടെ ഒന്നിരിക്കോ. അത് പിന്നെ ഇരുന്ന മോനെ. ഓരോ ക്ലാസ്സിലും ഇങ്ങനെ മാറി കയറിയ ആൾക്കാരൊക്കെ ഉണ്ട്. അവരോടൊക്കെ അവിടെ തന്നെ ഇരിക്കാൻ പറഞ്ഞിട്ടാ വന്നേ. ഇപ്പൊ ഇങ്ങെത്തും. നിങ്ങൾ വേഗം ഇരിക്കട്ടോ. ഓക്കെ അങ്കിൾ. ഓൾ സ്റ്റുഡൻസ് കീപ് സൈലൻസ്. ചേടാ, വെറുതെ വടി കൊടുത്ത് അടി മേടിച്ചല്ലോടാ. അല്ലേലും ഇന്നത്തെ ദിവസം തന്നെ പോക്കാടാ. ഈ എന്തൊക്കെയാടാ ഈ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതൊക്കെ മനസ്സിലാവേണ്ടവർക്ക് മനസ്സിലായിക്കോളും. നിന്റെ അടുത്താരിക്കണ നോക്കിയേ. നീ ചില്ലായിട്ടിരിക്കുന്നേ, അവൻ ചില്ലായിട്ടല്ലേ ഇരിക്കുന്നേ. അല്ലേലും നിന്റെ ഒക്കെ ഒരു ഭാഗ്യ. ഈ കോളേജില് എത്ര ഗേൾസ് ഈ ഭാഗ്യത്തിന് വേണ്ടി കാത്തിരിക്കണമെന്നറിയോ? ഓ, ഇവന്റെ അടുത്തിരിക്കണതാണോ ഭാഗ്യം? എന്നാലേ എനിക്ക് ആ ഭാഗ്യം വേണ്ട. നീ ഇങ്ങോട്ട് വാ,
നോക്കിയേ. നിക്ക് നോക്കട്ടെ. നോക്കുന്നുണ്ടെടേ. ശരിക്കും? അതേനെ. പ്ലീസ് 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 നീ ഒന്നും കൂടെ നോക്കിയേ. എന്നെ തന്നെയാണോന്ന് ഒന്ന് കൺഫേം ചെയ്യ്. ചേടാ ഇവളെ കൊണ്ട് നിക്ക് നോക്കട്ടെ. ഇവനെന്താ കൊറേ നേരം ഇങ്ങോട്ട് നോക്കുന്നേ? അങ്ങനെ എന്താ നോക്കുന്നേ?